അതെ നമ്മുടെ ഒണിയൻ കട്ടർ ഉണ്ടായിട്ട് എന്തിനാ എപ്പോഴും കയ്യിൽ കട്ട് ചെയ്യാൻ പറയുന്നത്? ഒണിയൻ കട്ടർ ഉണ്ടെങ്കിൽ വർക്ക് ഈസി ആവില്ലേ സാർ? ഒനിയൻ കട്ടർ ഞാൻ യൂസ് ചെയ്യാൻ തരാം, പക്ഷെ അത് നീ എനിക്ക് ആദ്യം കുറച്ച് ഒനിയൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി എന്തുകൊണ്ടാണ് നിങ്ങൾ മെഷീൻ കട്ട് ചെയ്യുന്ന കൈക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? കാരണം നിങ്ങൾ ഇപ്പോഴും കൈക്ക് കട്ട് ചെയ്യാനുള്ള എക്സ്പെർട്ട് ആയിട്ടില്ല. കാരണം നിങ്ങളിപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ വന്നു വെച്ചാൽ ഇതെല്ലാം പഠിക്കുക എന്നുള്ളൊരിതാണ്. കൈക്ക് മാക്സിമം സ്പീഡിൽ കട്ട് ചെയ്യാൻ പഠിക്കുക, പിന്നെ നമുക്ക് മെഷീനൊക്കെ ഉപയോഗിക്കാം. ഇപ്പം എല്ലാവർക്കും എല്ലാം മെഷീൻ, ഇപ്പം നോൺ വെജ് കട്ട് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ പൊറോട്ടയുടെ മാവ് കുഴയ്ക്കാനായിക്കോട്ടെ, ഇപ്പം എന്ത് പൊട്ടറ്റോ ബീൽ ചെയ്യാനായിക്കോട്ടെ, എല്ലാം മെഷീനാണ്. അതാണ് കൈക്ക് അവിടെ അധികം പ്രാക്ടീസ് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ കൈക്ക് വേണ്ടി പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം നിങ്ങളുടെ കൈ കൊണ്ട് കട്ട് ചെയ്യാൻ പറയണം. നല്ല രീതിയിൽ കട്ടിങ് ഒക്കെ പഠിച്ചിട്ട് അവസാനം നമുക്ക് മെഷീനിലേക്ക് പോകാം, മനസ്സിലായി? അപ്പോൾ ആദ്യം കൈക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് വേറെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നീ നല്ല ഇവിടെ പുറത്ത് ഒരുപാട് പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതൊക്കെയാണ്. ആരും കൈക്ക് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ കൈക്ക് ഒന്ന് പ്രാക്ടീസ് ആവുക കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഷെഫ്മാർക്ക് മനസ്സിലായി കാണും. കാരണം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണിത്. കാരണം ഇപ്പോൾ എല്ലാം മെഷീൻ ആയതുകൊണ്ട് ഇപ്പം വരുന്ന പിള്ളേർക്കൊന്നും കൈക്കൊന്നും പ്രോപ്പറായിട്ട് കട്ടിങ് ആയിക്കോട്ടെ ഒന്നും അറിയില്ല. ഇപ്പം ഇവൻ പൊറോട്ട മാവ് കഴിക്കാൻ പോലും ആർക്കും കൈക്ക് കറക്റ്റായിട്ട് അറിയില്ല, എല്ലാം മെഷീനാണ്. അതുകൊണ്ട് എല്ലാവരും കൈക്ക് മസ്റ്റായിട്ട് എക്സ്പെർട്ട് ഉണ്ടാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് മെഷീനും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം. ഓക്കെ.